മതം മാത്രം പഠിച്ചാൽ പോരാ, കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസവും വേണം. വെറുതെ മതപഠനം മാത്രം നടത്തി സമയം കളയാനല്ല, മറിച്ച് കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഒരു വമ്പൻ നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഉത്തരാഖണ്ഡിലെ BJP സർക്കാർ. സംസ്ഥാനത്തെ മദ്രസ ബോർഡ് തന്നെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള സർക്കാരിന്റെ പുതിയ തീരുമാനം രാജ്യത്താകെ വലിയ ചർച്ചയാവുകയാണ്. വരുന്ന ജൂലൈ 1 മുതൽ ഉത്തരാഖണ്ഡിലെ എല്ലാ മദ്രസകളും പുതിയ നിയന്ത്രണങ്ങൾക്ക് കീഴിലാകും. ന്യൂനപക്ഷ അതോറിറ്റിയുടെ സെക്ഷൻ 14 പ്രകാരമുള്ള 11 കർശന വ്യവസ്ഥകളാണ് മദ്രസകൾ ഇനി മുതൽ പാലിക്കേണ്ടത്. അംഗീകൃത ബിരുദമുള്ള യോഗ്യരായ അധ്യാപകരെ മാത്രമേ ഇനി പഠിപ്പിക്കാൻ നിയമിക്കാവൂ. സംസ്ഥാന വിദ്യാഭ്യാസ കൗൺസിലുമായി അഫിലിയേഷൻ നിർബന്ധമാണ്. സൊസൈറ്റി രജിസ്ട്രാറിൽ സ്ഥാപനം രജിസ്റ്റർ ചെയ്യുകയും സാമ്പത്തിക സുതാര്യത ഉറപ്പാക്കാൻ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള ഇടപാടുകൾ മാത്രം നടത്തുകയും വേണം. മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിദ്യാർത്ഥികളെയോ അധ്യാപകരെയോ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കാൻ പാടില്ലെന്നതും സാമുദായിക ഐക്യം ഉറപ്പാക്കണമെന്നതും പുതിയ നിയമത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളാണ്. സംസ്ഥാനത്ത് നിലവിൽ 482 അംഗീകൃത മദ്രസകളാണുള്ളത്. ഡെറാഡൂണിലെ 36 എണ്ണം ഉൾപ്പെടെ 50,000-ലധികം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. ഈ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനും അവരെ സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാനും ലക്ഷ്യമിട്ടാണ് സർക്കാർ ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. ഇനി മുതൽ മദ്രസകളിൽ സംസ്ഥാന ബോർഡ് സിലബസ് ആയിരിക്കും പിന്തുടരുക. പകൽ സമയത്ത് 6 മുതൽ 7 വരെ പീരീഡുകൾ പൊതുവിഷയങ്ങൾ പഠിപ്പിക്കാൻ മാറ്റിവെക്കണം. മതപഠനം സ്കൂൾ സമയത്തിന് ശേഷം മാത്രമേ പാടുള്ളൂ എന്ന് മദ്രസ ബോർഡ് ചെയർമാൻ മുഫ്തി ഷാമൂൻ കാശ്മി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ 3 വർഷത്തെ കൃത്യമായിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകൾ നൽകണം. കുട്ടികൾക്ക് കളിസ്ഥലം ഉറപ്പാക്കണം. പരിശീലനം ലഭിച്ച ജീവനക്കാരെ മാത്രമേ നിയമിക്കാവൂ എന്നിങ്ങനെ നിബന്ധനകൾ നീളുന്നു. ഇത് പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് മതവിദ്യാഭ്യാസം നൽകാനുള്ള അംഗീകാരം നൽകില്ല എന്ന് ന്യൂനപക്ഷ ക്ഷേമ ഓഫീസർ JS റാവത്തും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുമോ എന്ന ആശങ്കയും അധികൃതർ പരിഹരിച്ചിട്ടുണ്ട്. മുമ്പ് പരിമിതമായിട്ടുള്ള അംഗീകാരം മാത്രം ഉണ്ടായിരുന്ന മുൻഷി, മൗലവി തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾക്ക് പകരം പുതിയ സമ്പ്രദായ പ്രകാരം ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡിന്റെ ഹൈസ്കൂൾ, ഇന്റർമീഡിയറ്റ് യോഗ്യതകൾക്ക് തുല്യമായിരിക്കും. ചുരുക്കത്തിൽ വെറുമൊരു മതപഠന കേന്ദ്രം എന്നതിലുപരി കൃത്യമായിട്ടുള്ള അക്കാദമിക് നിലവാരമുള്ള വിദ്യാലയങ്ങളായി മദ്രസകളെ മാറ്റിയെടുക്കാനുള്ള സർക്കാരിന്റെ അതിശക്തമായിട്ടുള്ള ഒരു നീക്കമാണ് ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ നടപ്പിലാകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.